ബഹുമാന്യരെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലം പലതുകൊണ്ടും വ്യത്യസ്തമായ ഒരു മണ്ഡലമാണ്. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ആലപ്പുഴ, കോട്ടയം, കൊല്ലം, കുന്നത്തൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചെങ്ങന്നൂർ, മാവേലിക്കര, കുട്ടനാട്, ചങ്ങനാശ്ശേരി എന്നീ 7 മണ്ഡലങ്ങൾ. 7 മണ്ഡലങ്ങളിലെയും നിയമസഭാ സാമാജികർ LDFിൻ്റേതാണ്. കൂടാതെ റാന്നി MLA ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിവാസിയാണ്. 3 മന്ത്രിമാർ ഈ നിയമസഭാ മണ്ഡലങ്ങളിലായി LDFിൻ്റേതായിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ നിന്നുള്ള സജി ചെറിയാൻ, കൊട്ടാരക്കരയിൽ നിന്നുള്ള KN ബാലഗോപാൽ, പത്തനാപുരത്ത് നിന്നുള്ള KB ഗണേഷ് കുമാർ. കൂടാതെ P പ്രസാദ് എന്ന കൃഷിമന്ത്രിയും മാവേലിക്കരയിലെ നിവാസിയാണ്. അങ്ങനെ പരിശോധിച്ചാൽ 8 MLAമാർ, 4 മന്ത്രിമാർ. ഇതുപോലെ ഒരു മണ്ഡലം കേരളത്തിൽ കാണാൻ സാധ്യതയില്ല. LDFിന് വ്യക്തമായ മുൻതൂക്കം കണക്കിലുണ്ട്. പക്ഷേ LDF പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് CPIയുടെ സ്ഥാനാർത്ഥി ആയതിനാലും CPIക്ക് ഈ പ്രദേശങ്ങളിൽ വ്യക്തമായ പാർട്ടി പ്രവർത്തനം ഇല്ലാത്തതിനാലും ആണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. CPMൻ്റെ പ്രവർത്തകർ നടത്തിയ അഹോരാത്രപരമായ പ്രവർത്തനം അതാണ് LDFിനെ ഒരു നിറസാന്നിധ്യമായി മാവേലിക്കരയിൽ നിലനിർത്തിയത്. ഒരുപക്ഷേ CPIഎമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി, അവർക്ക് ഒട്ടേറെ ജനകീയ മുഖങ്ങൾ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ 100% ഈ പ്രാവശ്യം മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തെ LDF ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുമായിരുന്നു, യാതൊരു സംശയവുമില്ല എന്ന് ഒരുപാട് നിലപാടുകളിൽ വ്യക്തമാകുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലെയും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും CPMൻ്റെ പ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് കയ്യെത്താവുന്ന ദൂരത്ത് നിന്ന് പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം നഷ്ടമായി പോകുന്നുണ്ടെങ്കിൽ അത് LDF പരിശോധിക്കുക തന്നെ വേണം. UDFിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ വോട്ടുകളും എണ്ണിക്കഴിയുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ കാലങ്ങളിലെ അത്ര ഭൂരിപക്ഷമില്ലെങ്കിലും ഒരു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് UDFിന് ഉണ്ടാകുന്ന മുൻഗണന. ഒരു MP എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സാമീപ്യം, ജനങ്ങൾക്ക് ഇടയിലുള്ള പ്രവർത്തനം, ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടത്, UDFിൻ്റെ പ്രവർത്തനം ശക്തമല്ലെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിൽ ചടുലമായ പ്രവർത്തനങ്ങൾ നടത്തിയത് ഒക്കെ തന്നെ കൊടിക്കുന്നിലിനെ സഹായിക്കാൻ സാധ്യതയുണ്ട്. NDA സംബന്ധിക്കുന്നിടത്തോളം ചെങ്ങന്നൂർ, മാവേലിക്കര നിയമസഭാ മണ്ഡലങ്ങൾ BJPക്ക് ശക്തമായ വേരോട്ടമുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 2 പ്രാവശ്യം BDJS സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ BJPയുടെ പ്രവർത്തകർ ബഹുഭൂരിപക്ഷവും നിഷ്ക്രിയരായിരുന്നു. വേണ്ടത്ര രീതിയിലൊരു പ്രവർത്തനം നടത്തുവാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തിരഞ്ഞെടുപ്പിൻ്റെ പല വേളകളിലും പലരും വിലയിരുത്തപ്പെട്ടതാണ്. ഇതുമൂലം ഉണ്ടാകുന്ന വോട്ടിൻ്റെ ഷിഫ്റ്റ് ഒരുപക്ഷെ സഹായിക്കുന്നത് UDFിനെ തന്നെ ആയിരിക്കും. LDFിലെ ഒട്ടുമിക്ക ഘടകകക്ഷികളും ഈ മണ്ഡലത്തിലെ MLAമാരായി ഉണ്ട്. കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് M, RSP, ലെനിനിസ്റ്റ്, NCP, CPM ഒക്കെ തന്നെ അവരുടെ നിയമസഭാ സാമാജികർ ഈ മണ്ഡലത്തിലുണ്ട്. LDFിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കയ്യെത്താവുന്ന ദൂരത്തുള്ള ഒരു മണ്ഡലം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കുക തന്നെ വേണം. എന്തായാലും ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലുകൾ പൂർത്തിയായി കഴിയുമ്പോൾ ഒരിക്കൽ കൂടി കൊടിക്കുന്നിൽ സുരേഷ് ഈ മണ്ഡലത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കും എന്ന് തന്നെയാണ് സാധ്യത ആയി വിലയിരുത്തപ്പെടുന്നത്.